പ്രേക്ഷകരോട് ഇന്ന് നമുക്ക് ഒരു പ്രത്യേക അതിഥി ഉണ്ട്. കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള എ രാജസിംഹൻ. അദ്ദേഹം ഈ മോഹൻലാലൊക്കെ വായിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധമുള്ളതും ബന്ധമില്ലാത്തതുമായിട്ടുള്ള പല ചർച്ചകൾ സംവാദങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിയമപരമായ വശങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കും. നമ്മുടെ സംശയങ്ങൾ അദ്ദേഹം ദൂരീകരിച്ച് തരികയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാഗതം. നമസ്കാരം. രാജസിംഹൻ ഈ 4.5 കൊല്ലം സർക്കാർ അടയിരുന്ന ശേഷമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ധാരാളം ആളുകൾ വായിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം വെളിപ്പെടുത്തലുകളൊക്കെ ആ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെയോ അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ വെളിപ്പെടുത്തലുകളിലൊക്കെ അടിസ്ഥാനം മറ്റേയാളെ എന്നെ കയറി പിടിച്ചു, മറ്റേയാളെ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള മട്ടിലുള്ള ആരോപണങ്ങൾ ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതിനെ തുടർന്നിട്ടുള്ള SIT ഫോം ചെയ്തു കേസൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഈ പീഡനം മാത്രമാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന എന്ന് നമ്മൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കമ്മിറ്റി റിപ്പോർട്ട് അത് ഗവൺമെൻറ് അതിനെ നോമിൻക്ലേച്ചർ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് കമ്മിറ്റി എന്നാണ്. ദിസ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ November 2017. You know the context in which it was constituted. There was a rape case against an actress in this city. സോ ഈ കമ്മിറ്റി ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ, സെക്യൂരിറ്റി അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഫോർ ടേക്കിംഗ് എഫക്റ്റീവ് ആക്ഷൻസ്. സോ ദാറ്റ് ഇസ് എ കമ്മിറ്റി. വി ഹാവ് ദ റിപ്പോർട്ട് നൗ. ദ കമ്മിറ്റി സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഇൻ 2017 ആൻഡ് ഇറ്റ് വെൻറ്റ് അപ് ടു 2019. ഇപ്പോൾ down the years we are in 2024. So 2017 മുതൽ 19 വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു റിപ്പോർട്ട് വാട്ട് എവർ ഇറ്റ് ബി. നൗ ഈ റിപ്പോർട്ടിൽ അത് വായിക്കുമ്പോൾ അതിന് ഇന്നുണ്ടാക്കിയ കോൺസിക്വൻസസിൻ്റെ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് ഒരു പുനർവായന ഈ റിപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമായി വരുന്നുണ്ട്. റിപ്പോർട്ട് നിലനിൽക്കുന്നതാണോ? റിപ്പോർട്ടിൻ്റെ വാലിഡിറ്റി നിലനിൽക്കുന്നതാണോ? റിപ്പോർട്ടിന് മേൽ ഗവൺമെൻറ്റിന് ആക്ഷൻ എടുക്കാൻ പറ്റുമോ? ഈ റിപ്പോർട്ടിൽ പറയുന്ന ആളുകൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ നിയമസാധ്യത എന്താണ്? അതിനുമേൽ ക്രിമിനൽ അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സ് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒന്ന് രണ്ട് ചെറിയ ഒരു പ്രൊമൈസസിൽ നിന്നുകൊണ്ടാണ് 1-2 നിയമപ്രശ്നങ്ങൾ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റുന്നത്. അതിലേക്ക് മാത്രമേ എനിക്ക് എൻ്റെ അറിവ് പങ്കുവയ്ക്കാനോ എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനോ പറ്റും. ഒരു കമ്മീഷൻ ആയിരുന്നില്ല, കമ്മിറ്റി ആയിരുന്നു. യെസ്, ട്രൂ. അതുകൊണ്ടാണ് സാധുത. 1952 we have an act that's called the Commissions of Inquiry Act of 1952. സോ ആ നിയമം അനുസരിച്ചിട്ട് ഗവൺമെൻറ്റിന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റിനോ കമ്മീഷൻസ് ഓഫ് എൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ ഡിഫറൻസ് എന്നത് കമ്മീഷൻസ് ഓഫ് എൻക്വയറി ഹാസ് ഗോട്ട് ഓൾ ദ പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട് ട്രൈയിങ് എ സിവിൽ സൂട്ട്. ആളുകളെ സമൻ ചെയ്യുന്നതിന്, എവിഡൻസ് എടുക്കുന്നതിന്, ഡോക്യുമെൻറ്റ് പ്രൊക്യൂർ ചെയ്യുന്നതിന്, പ്രൊഡക്ഷൻ ആവശ്യപ്പെടുന്നതിന്, ഡിസ്കവറി ആവശ്യപ്പെടുന്നതിന്, ഈവൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിനെ ഉപയോഗിച്ചുകൊണ്ട് എൻക്വയറീസ് നടത്തി റിപ്പോർട്ടുകൾ നേടുന്നതിനൊക്കെയുള്ള അധികാരമുള്ളൊരു ഇതാണ് കമ്മീഷൻസ്. ആൻഡ് കമ്മീഷൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പ്രിവിലേജസ് ഓൾസോ. നൗ ദിസ് ഈസ് എ കമ്മിറ്റി. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊരു കമ്മിറ്റിയാണ്. നൗ ദിസ് കമ്മിറ്റി is called an expert committee. So what are the flaws we saw in it? It's called an expert committee and consisted of one judge of the High Court, a retired judge of the High Court. We know the chairperson, the honorable chairperson. The second one, yes, the second person is a cine artist, was a former cine artist or an elderly cine artist, veteran cine artist, Sharada. The third person is a retired bureaucrat, a retired IAS officer, a bureaucrat. So who are all the expert in the field to ഇതിലെ സെക്യൂരിറ്റിയെക്കുറിച്ച്, സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഒരു എക്സ്പെർട്ടുകൾ തന്നെയായിരുന്നു ഈ കമ്മിറ്റി എന്നതും ഒരുപക്ഷെ നമുക്ക് പരിശോധിക്കാൻ ഇടം നൽകിയാൽ, എന്നോട് ചോദിച്ചാൽ, ഇഫ് യു ആസ്ക് മീ മൈ ഒപ്പീനിയൻ, ഐ വുഡ് സേ ദാറ്റ് ഞാൻ നിയമത്തിലെ വലിയൊരു എക്സ്പെർട്ടാണോ ഇല്ലേ എന്ന് എനിക്ക് ചോദിച്ചാൽ ഞാൻ എക്സ്പെർട്ടല്ല. അപ്പോൾ ഈ എക്സ്പേർട്ട് എന്നതുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് ഓവറോൾ നോളജുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ആ ഏരിയയിലൊരു അതോറിറ്റിയാണ് നമ്മൾ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡെൻറ്റിസ്റ്റിനെ നമ്മളൊരു ഓർത്തോയിലെ
എക്സ്പേർട്ടെന്ന് പറയാറില്ല. അദ്ദേഹം വൈദ്യശാസ്ത്രം തന്നെയാണ് പഠിച്ചത്. ഈ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജാണ്. സോ വാട്ട് ഈസ് ദ ജഡ്ജസ് എക്സ്പെർട്ടൈസ് ഇൻ ദ ഫീൽഡ് ഓഫ് സിനിമ? ഞാൻ അവരെ കുറച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്. നൗ സെക്കൻഡ് ഈസ് ദ സിനി ആർട്ടിസ്റ്റ് ശാരദ. ഇഫ് ഐ ആം ട്രൂ, ഇഫ് ഐ ആം കറക്റ്റ്, ഐ ഡോണ്ട് നോ, 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് ആക്റ്റീവ് സിനിമ അഭിനയമൊക്കെ വിട്ടുപോയിട്ടുള്ളൊരു പഴയകാല സിനിമയിലെ ഒരു വിഖ്യാതയായ ഒരു പ്രവർത്തകയാണ്, അഭിനേത്രിയാണ് അവർ സജീവമായി നിന്ന് മലയാളത്തിൽ അവസാനം അവർ അഭിനയിച്ചത് എനിക്ക് തോന്നുന്നത് മിന്ന മിനുങ്ങിൻ്റെ നുറുപ്പടാണ് ഓർമ്മയിൽ. ആ മാഡം അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അവരൊരു സിനിമയുടെ എക്സ്പെർട്ടായിട്ട് കരുതിയിരുന്നു എന്ന് എനിക്കറിയില്ല. സിനിമയുടെ ഒരു എക്സ്പെർട്ട്, സിനിമാ മേഖലയിലെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൻ്റെ, അതിൻ്റെ ഡയറക്ഷൻ്റെ, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ, അതിൻ്റെ പോസ്റ്റ് ആൻഡ് പ്രീ ഷെഡ്യൂൾ വർക്കുകളിലൊക്കെ തന്നെ എക്സ്പെർട്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. നോബഡി ഹാസ് കൺസിഡേർഡ് ഇറ്റ്. സോ ദ തേർഡ് വൺ ഈസ് എ ബ്യൂറോക്രാറ്റ്. നൗ ഇവർക്കൊക്കെ ഒരുപക്ഷെ നോളജ് ഉണ്ടാകുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ദേ ആർ ഓൾ എക്സ്പെർട്സ്. ലെറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്കത് അസ്യൂം ചെയ്യാം. നമുക്ക് ആ റിപ്പോർട്ടിലെ മെത്തേഡ് ഓഫ് സ്റ്റഡി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എങ്ങനെയാണ് ഈ സ്റ്റഡി നടത്തിയതെന്ന്. ആ സ്റ്റഡി നടത്തിയ ഭാഗത്തിൽ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച്, ടേംസ് ഓഫ് റെഫറൻസിനെ കുറിച്ച് പഠിച്ചു എന്നത് റിപ്പോർട്ട് വായിക്കുക. അല്ലെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഒന്ന് എ, അതുപോലെ എൽ, എം, ഈ 3 ക്ലോസിലായിട്ട് അവരത് വിവരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. എയിൽ പറയുന്നത് ടേംസ് ഓഫ് റെഫറൻസിനെ ഒരു ക്വസ്റ്റനെയറാക്കി മാറ്റിക്കൊണ്ട്, ഐ ഹോപ്പ് യു നോ ദാറ്റ് there were 7 ടേംസ് ഓഫ് റെഫറൻസസ്. 7 ടേംസ് ഓഫ് റെഫറൻസിനെ ക്വസ്റ്റനാക്കി മാറ്റിക്കൊണ്ട് WCCക്ക് അയച്ചു കൊടുത്തു എന്നാണ് എയിൽ പറയുന്നത്. ബിയിൽ പറയുന്നത് സ്റ്റഡി നടത്തിയ മെത്തഡോളജിയാണ്. ആ ക്വസ്റ്റനെയറിന് WCCയിൽ നിന്നും ഉള്ള റെസ്പോൺസ് വാങ്ങിച്ചു, അവരുടെ മറുപടികൾ കളക്ട് ചെയ്തു. നോട്ട് ടു അമ്മ, നോട്ട് ടു ദ എൻ്റയർ ഫിലിം ഫ്രട്ടേണിറ്റി, നോട്ട് ടു ദ എൻ്റയർ പീപ്പിൾ അസോസിയേറ്റഡ് വിത്ത് സിനിമ. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അമ്മയിലെ മെമ്പർഷിപ്പുള്ള ആളുകളാണ് സിനിമയിലെ പ്രവർത്തിക്കുന്നവരും സിനിമയിൽ സജീവമായിട്ടുള്ള ആളുകളും. ഓക്കെ, അമ്മ മാത്രമല്ല, ഫെഫ്ക ഉണ്ട്, മറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്. ഇതിൽ അമ്മയിലെ നിന്നും ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ആരും അവിടെ പോയതായിട്ട് ഈ റിപ്പോർട്ടിൻ്റെ ഈ ഭാഗത്ത് പോലും പറയുന്നില്ല. ഓക്കെ, WCCയിലേക്ക് കൊടുത്തു. അത് അവരിൽ നിന്നുള്ള ക്വസ്റ്റനെയറുള്ള അവരുടെ ആൻസേഴ്സിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ആൻസേഴ്സ്. ദ തേർഡ് വൺ ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള കുറച്ച് ആളുകളെ വിളിച്ചു, അവരോട് ചോദിച്ചു, അവർ പറഞ്ഞ കാര്യങ്ങൾ ഇൻ ക്യാമറ ആയിട്ട് റെക്കോർഡ് ചെയ്തു. ദെൻ ആഫ്റ്റർ 2-3 പോയിൻറ്റ്സ് ഇറ്റ് സെയ്സ്, സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി മെമ്പേഴ്സ് ലൂസിഫർ എന്ന സിനിമയുടെ സെറ്റിൽ പോയി വാച്ച് ചെയ്തു. ദറ്റ് ഈസ് എൽ. ദെൻ യു ഗോ ടു എം. ക്ലോസം വെരി സ്പെസിഫിക്കലി സെയ്സ്, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അവിടെ ഡബ്ബിംഗ് പോയി ഒബ്സർവ് ചെയ്തു. നൗ യു ടെൽ മീ, ആർ ദ എക്സ്പെർട്സ്? ഒരു സ്റ്റുഡിയോയിൽ ഡബ്ബിങ്ങിന് പോയി നിന്നിരുന്നു. അപ്പോൾ ഈ ഡബ്ബിംഗ് മേഖലയിൽ ഈ കാര്യങ്ങൾ ചെയ്തവർ, ഈ കമ്മിറ്റി മെമ്പേഴ്സ് എക്സ്പെർട്സ് ആയിരുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു കോടതിയിലായിരുന്നെങ്കിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കാൻ വരുന്ന ഒരാളെ അയാൾ ഇതിൽ എക്സ്പെർട്ടാണോ അല്ലേ എന്നതിനെക്കുറിച്ച് ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു അഭിഭാഷകന് ക്രോസ് എക്സാമിനേഷൻ നടത്താൻ അത് പ്രൂവ് ചെയ്യാനും പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു പ്രൂവ് ദാറ്റ് ഹീ ഈസ് എൻ എക്സ്പെർട്ട്, റിയലി എൻ എക്സ്പെർട്ട്. സോ ദിസ് കമ്മിറ്റീസ് റിപ്പോർട്ട്, വെൻ വി കോൾ ഇറ്റ് ആസ് എൻ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട്, ഇറ്റ്സ് സോ ഡൗട്ട്ഫുൾ. വളരെ സംശയകരമാണ് എന്ന് മാത്രമല്ല, സംശയം എനിക്കും ഇത് ആദ്യം മുതലുണ്ട്. ഇതൊരു എക്സ്പെർട്ട് കമ്മിറ്റി ആണെന്ന് പറയുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ദേ വെർ നോട്ട് എക്സ്പെർട്സ്. നൗ കമ്മിങ് ടു അതർ പോയിൻറ്റ്സ്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ, കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പഠനം നടത്തിയതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട്. മറ്റൊന്ന് കമ്മിറ്റിയിലേക്ക് വന്ന ആളുകൾ കൊടുത്ത മൊഴികൾ. ഈ മൊഴികളാണ് ഇപ്പോൾ കോൺട്രവേഴ്സിയായി മാറിയിരിക്കുന്നത്. ആ മൊഴികളെല്ലാം അവർ കൊടുത്തിരിക്കുന്ന മൊഴികൾ, ചിലർ നേരിട്ട് കൊടുത്ത മൊഴികളുണ്ട്, ചിലർ ഇമെയിൽ വഴി അയച്ചതുണ്ട്, വാട്സാപ്പ് ചാറ്റുകളുണ്ടെന്നൊക്കെ പറയുന്നു. ഇതെല്ലാം അപ്പൻഡിക്സ് ആയിട്ട് അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ മുഴുവൻ ചർച്ചകളും പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ അലിഗേഷൻസ്, സെക്ഷൽ അലിഗേഷൻസ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് സംഭവിച്ചതാണ് ഇപ്പോൾ നിലവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അലിഗേഷൻസ്. നൗ ഐ ക്യാൻ ടെൽ യു വൺ ആസ്പെക്റ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ പ്രാഥമികമായ കടമയാണ് to ensure that there is criminal justice delivery system is properly functioning. എ ക്രൈം ഫ്രീ സൊസൈറ്റിയാണ് ഏതൊരു സ്റ്റേറ്റിൻ്റെയും ഏറ്റവും പ്രധാനമായ മൗലികമായ കർത്തവ്യം, ഉത്തരവാദിത്വം. ദർ ഷുഡ് ബി എ ക്രൈം ഫ്രീ സൊസൈറ്റി. Now what is a crime and who is a victim? And in every crime there is a victim. എല്ലാ കുറ്റകൃത്യത്തിലും ഒരു ഇരയുണ്ടാകും.
And if the allegations are correct, the complainant is the victim. And if the allegations are false, who is the victim? The victim is none other than the accused. ഒരു വ്യാജ പരാതിയിൽ ഇരയായി മാറുന്നത് പരാതിയിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കപ്പെടുന്ന പ്രതിയാണ്, ഇരയല്ല എന്നൊരു യാഥാർത്ഥ്യവും കൂടെ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. ഈ കേസിലെല്ലാം കൊടുത്ത പരാതികൾ കളവാണോ ശരിയാണോ എന്നോ അല്ലെങ്കിൽ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അവരെ കുറച്ച് കാണിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കമ്മിറ്റിയിലേക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളിൽ ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഹാഡ് ഇറ്റ് ബീൻ എൻ കമ്മീഷൻ, കമ്മീഷൻസ് ഓഫ് എൻക്വയറീസ് ആക്റ്റിൽ പറയുന്നത്, സെക്ഷൻ 6 പറയുന്നത് കമ്മീഷൻസിൽ കൊടുക്കുന്ന കമ്മീഷന് മുമ്പിൽ ഒരു സാക്ഷി വിറ്റ്നസ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിടത്തും ഉപയോഗിക്കരുതെന്നാണ്. സിവിലോ ക്രിമിനലോ ആയ യാതൊരു നടപടിക്രമങ്ങൾക്കും അത് വിധേയമാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ എൻക്വയറി ആക്ടില് കമ്മീഷൻസ് ഓഫ് എൻക്വയറി, ഇത് കമ്മീഷൻസ് ഓഫ് എൻക്വയറി, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന മൊഴികളെ സംബന്ധിച്ചിട്ട് അന്വേഷണം നടക്കരുത് എന്നാണോ? തീർച്ചയായും. ഹേമ കമ്മിറ്റി ഈസ് ജസ്റ്റ് എ കമ്മിറ്റി. ഐ കോണ്ട് സേ ദാറ്റ് ഇറ്റ്സ് എ ഹേമ കമ്മിറ്റി, ഇറ്റ്സ് എൻ എക്സ്പെർട്ട് കമ്മിറ്റി. ദാറ്റ് ദ ആക്ച്വൽ വേർഡ്, ദാറ്റ്സ് എ പ്രോപ്പർ നോമൻക്ലേച്ചർ വിച്ച് ഇസ് ഗിവൺ ടു ഇറ്റ്. എക്സ്പെർട്ട് കമ്മിറ്റിക്ക് അപ്പുറം, എക്സ്പെർട്ട് കമ്മിറ്റിയെക്കാളും അധികാരമുള്ളതാകുമായിരുന്നു ഇതൊരു കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആയിരുന്നു. കമ്മീഷൻസ് ഓഫ് എൻക്വയറിയിൽ കൊടുക്കുന്ന മൊഴിയുടെ പോലും വാലിഡിറ്റിയാണ് ഞാൻ പറയുന്നത്. അതിനും എത്രയോ താഴെയാണ് കമ്മിറ്റിയിൽ കൊടുക്കുന്ന മൊഴി. കമ്മീഷൻസ് ഓഫ് എൻക്വയറിയിൽ കൊടുക്കുന്ന മൊഴിക്ക് നിയമപരമായി ക്രിമിനൽ ആക്ഷൻ എടുക്കാനോ സിവിൽ ആക്ഷൻ എടുക്കാനോ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാടില്ല. ആണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ സമർപ്പിച്ച ശേഷം അവരിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന IAS ഉദ്യോഗസ്ഥയായ റാണി ജോർജിന് ഒരു കത്ത് കൊടുത്തിരുന്നു. ഇതിലെ മൊഴികളൊക്കെ വെച്ചിട്ട് അതൊക്കെ രഹസ്യമായിരിക്കണം, അതിനെ സംബന്ധിച്ച് അന്വേഷണമൊന്നും നടത്തേണ്ടതില്ല എന്നൊരു കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് കൊടുത്തത് അസാധുവാണ് എന്നിപ്പോൾ പൊതുമണ്ഡലത്തിൽ സംസാരമുണ്ട്. പക്ഷെ അവരങ്ങനെ കത്ത് കൊടുത്തത് ശരിയാണ് എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായും അപ്രകാരം ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെക്ഷൻ 6 പ്രകാരമായിരിക്കണം കൊടുത്തിട്ടുണ്ടാവുക. സെക്ഷൻ 6 പ്രകാരം എന്നതല്ല, കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് സെക്ഷൻ 6 ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കാരണവശാലും ഈ കൊടുക്കുന്ന മൊഴികൾ ക്രിമിനലോ സിവിലോ ആയ ഒരു നടപടിക്രമങ്ങൾക്കും വിനിയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സംശയം ചോദിച്ചോട്ടെ, നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഈ ഹേമ ഒരു കത്ത് കൊടുത്തത്, റാണി ജോർജിന് കത്ത് കൊടുത്തതൊക്കെ നമ്മൾ പറഞ്ഞു ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതില്ല എന്ന്. അത് സെക്ഷൻ 6 അനുസരിച്ചിട്ട് ശരിയാണെന്നൊക്കെ അങ്ങ് പറഞ്ഞു. പക്ഷേ നാനാവധി കമ്മീഷൻ പോലെ സിക്ക് റൈറ്റ്സ് ഒക്കെ അന്വേഷിച്ച കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ അന്വേഷണമൊക്കെ നടന്നിട്ടുണ്ട്, വേറെ കമ്മീഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെ അന്വേഷണം നടത്തുകയും ചെയ്യാൻ വേണമെങ്കിൽ സർക്കാരിന്, അല്ലേ? അത് പറയുന്നത് പൂർണ്ണമായും അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് നൽകിയാൽ ആ റിപ്പോർട്ടിന്മേൽ ആക്ട് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അതിനാണ് ഗവൺമെൻറ് ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഒരു ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ടാകും. ഇവിടെ കമ്മിറ്റി, ഈ എക്സ്പെർട്ട് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ട് ഫൈൻഡിങ്ങിനായിരുന്നില്ല അവർ അപ്പോയിൻറ്റ് ചെയ്തത്. കമ്മിങ് ബാക്ക് ടു ദ കേസ് വിച്ച് യു റെഫേർഡ്, അതിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് നൽകി കഴിയുമ്പോൾ ആ റിപ്പോർട്ടിന്മേലെ എന്ത് ആക്ഷൻ എടുക്കണമെന്നതും ഒരു ഇൻവെസ്റ്റിഗേഷൻ ലോഞ്ച് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് അത് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു നടപടിക്രമത്തിലേക്ക് പോകാൻ പറ്റില്ല. ദാറ്റ്സ് കമ്മീഷൻസ് റിപ്പോർട്ട് ആസ് സച്ച്. നൗ ഇതിലേക്ക് വരുമ്പോൾ കമ്മീഷൻ റിപ്പോർട്ടിൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എക്സ്പെർട്ട് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് തന്നെ ഒരു സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനെക്കുറിച്ചാണ്? പ്രിൻസിപ്പിൾ ബേസ് ഫണ്ടമെൻ്റലി ഇറ്റ് വാസ് ഫോർ ലുക്കിംഗ് ഇൻ ടു ദ സേഫ്റ്റി മെഷേഴ്സ് വിച്ച് ടു ബി അഡോപ്റ്റഡ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അതാണ് അതിനെക്കുറിച്ചാണ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഈ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെ ഒരു കാരണവശാലും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമാകാൻ പാടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണെങ്കിൽ തന്നെയും അതിനുമേലൊരു ആക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ എന്താ തെറ്റ് സംഭവിച്ചതെന്ന് വെച്ചാൽ, കമ്മീഷൻസ് ഓഫ് എൻക്വയറിയിലാണ് ഈ ഒരു വിറ്റ്നസിനെ വിളിച്ചിരുന്നതെങ്കിൽ ഇതുപോലെ രഹസ്യമായി മൊഴി കൊടുക്കലായിരിക്കില്ല അവിടെ ഉണ്ടാകുക. ആ വരുന്ന വിറ്റ്നസിനെ ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള എതിർഭാഗത്തിന് അവസരമുണ്ടാകും. നമ്മൾ കണ്ടു സോളാർ കമ്മീഷനിൽ എന്താണ് ഈ കൊച്ചിയിൽ നടന്നതെന്ന്. സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ അന്നത്തെ സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററിനെ 10 മണിക്കൂറിലധികം, എനിക്ക് തോന്നുന്നു 12 മണിക്കൂറോളം അദ്ദേഹത്തെ ക്രോസ് എക്സാമിനേഷന് വിധേയമാക്കി. എല്ലാ സാക്ഷികളും ക്രോസ് എക്സാമിനേഷന് ശിവരാജൻ കമ്മീഷൻ, ഇറ്റ്സ് കോൾഡ് സോളാർ കമ്മീഷൻ, ആ കമ്മീഷനിൽ അവർ വിധേയമാക്കി. അപ്പോൾ ഒരു സാക്ഷിയെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനും ആ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് മണി വെരിഫൈ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകുന്നു. നേരെ മറിച്ച് ഇവിടെ കമ്മിറ്റിയിൽ ചെയ്തത് പിക്ക് ആൻഡ് ചൂസ് മെത്തേഡിൽ കുറച്ച് ആളുകൾ വരുന്നു, അവർക്ക് വിശ്വാസം കൊടുക്കുകയാണ് നിങ്ങൾക്ക് എന്തും പറയാം. അപ്പോൾ അവർക്ക്
അൺബ്രിഡിൽഡായിട്ട് അല്ലെങ്കിൽ അൺവെരിഫൈഡ് ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ ആർക്കെതിരെയും എന്തും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നു. ആ പറയുന്ന സാധനങ്ങളെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലൂടെയോ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ എന്നോ സീക്രട്ട് എന്നോ എന്ന് പേര് നൽകുന്നത് കൊണ്ട് തന്നെ അത് പവിത്രമായി മാറുന്നില്ല. ഇറ്റ് ക്യാൻ നെവർ ബി എ ഗോസ്പൽ ട്രൂത്ത്. അതൊരു വിശുദ്ധ വചനമായി മാറുകയോ ഗോസ്പൽ ട്രൂത്തായി മാറുകയും ചെയ്യുന്നില്ല. ഐ ആം യൂസിങ് ദിസ് വേർഡ് റിപ്പീറ്റഡ്ലി ബിക്കോസ് പോക്സോ കേസിലടക്കം കേരള ഹൈക്കോടതിയിലെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സിലടക്കം നിരവധി തവണ കോടതികൾ ന്യായാധിപന്മാർ ഉപയോഗിക്കുന്ന വാക്കാണ് ദി അലിഗേഷൻസ് cannot be taken as gospel truth. No allegation can be taken as a gospel truth. It has to be verified. It has to be proved. ഇവിടെ കോൺഫിഡൻഷ്യലായി ആളുകൾ വന്ന് രഹസ്യമായി മൊഴി കൊടുത്തു. ആ രഹസ്യമായി മൊഴി കൊടുത്തു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മളതിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് പവിത്രമാണ്, ഇതെല്ലാം ശരിയാണ്, ഇത് പൂർണ്ണമായും സത്യസന്ധമാണ്. ഇങ്ങനെ നിയമത്തിൽ അനുമാനിക്കാൻ പറ്റില്ല. ഈ സാക്ഷികൾ വന്ന് പറഞ്ഞപ്പോൾ അവരെ പറഞ്ഞ ആളുകളെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തുകയും ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യണമായിരുന്നു. മാത്രമല്ല അത് ക്രോസ് എക്സാമിനേഷന് വിധേയമാക്കണമായിരുന്നു. ഓഫ്കോഴ്സ് ഒരു കമ്മീഷൻ്റെ അധികാരമില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കമ്മിറ്റി അപ്രകാരം ഒരു ക്രോസ് എക്സാമിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കാതിരുന്നത്. കാരണം ഒരു സിവിൽ കോർട്ടിൻ്റെ അധികാരങ്ങൾ ഇതിനില്ല എന്ന് നോക്കാം. അങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെയും മറ്റ് ചില ഫാക്ച്വൽ എറേഴ്സ് അതിൽ കാണുന്നുണ്ട്. ഈ കമ്മീഷനിലേക്ക് അപ്പിയർ ചെയ്യപ്പെട്ട പ്രമുഖയായ ചില അഭിനേത്രികൾ തന്നെ അടുത്ത ദിവസങ്ങളിൽ പറയുകയുണ്ടായി, ഞങ്ങളോട് പറഞ്ഞത് കമ്മീഷനാണ് എന്നാണ്. ഞാൻ അവരുടെ പേര് കോട്ട് ചെയ്യുന്നില്ല. കമ്മീഷനാണെന്ന് അവർ പറയപ്പെടുന്നു. ഐ ഡോണ്ട് നോ അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. എങ്കിൽ തന്നെയും ഈ ആളുകൾക്ക് രഹസ്യമായിട്ട് മൊഴി കൊടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും എന്തും പറയാനുള്ള ഒരു ഇതായി അത് റെക്കോർഡ് ചെയ്യുകയും അത് ഇതിലേക്ക് പാർട്ടായി വെക്കാനും പാടുണ്ടായിരുന്നില്ല. കമ്മിറ്റി പറയേണ്ടിയിരുന്നത് ഇവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇത്തരത്തിൽ പറഞ്ഞ ഇവർ കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴികളായിക്കോട്ടെ, ഇമെയിൽ ആയിക്കോട്ടെ, ഈ പറയുന്ന ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെ അത് പൂർണ്ണമായിട്ടും കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കാതെ മാറ്റണമായിരുന്നു. കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കണമെങ്കിൽ അത് ഡ്യൂ പ്രോസസ്സിലൂടെ ആയിരുന്നു അത് ചെയ്യേണ്ടത്. ഒരു സംശയമുണ്ട് അവിടെ. എന്താണെന്ന് വെച്ചാൽ ഈ അനുബന്ധമായിട്ടാണല്ലോ ഈ മൊഴി, വീഡിയോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 235 പേജുള്ള ഇതാണല്ലോ റിപ്പോർട്ട്. അതിൻ്റെ അകത്ത് ധാരാളം ഈ മൊഴികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? മൊഴികൾ അനക്ഷേഴ്സായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊഴികൾ അനക്ഷേഴ്സായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്മീഷൻ ശേഖരിച്ച രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ അനുബന്ധ രേഖകളായിട്ട് ചേർത്തിട്ടുണ്ട്. ഈ അനുബന്ധ രേഖകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി കമ്മീഷൻസ് ഓഫ് എൻക്വയറി, അതായത് ഹൈക്കോടതി ഇപ്പോൾ നമുക്ക് കിട്ടുന്നതിൽ ആ അനക്സേഴ്സ് ഇല്ല, പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി വിളിച്ചു വരുത്തുന്നതിൽ അതൊക്കെ ഉണ്ടാകും. ഗവൺമെൻറ് മുന്നിൽ റിപ്പോർട്ടിലും അതുണ്ട്. ഏതായാലും ആ രേഖകൾ ചോർന്നോ അല്ലാതെയോ പുറത്തു വന്നിട്ടുണ്ടാകാം. ഇനി അതിനെക്കുറിച്ച് എന്തൊക്കെ ഉണ്ടാകുമെന്ന് അനുമാനിച്ചുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഇതിന് വളരെ ലാർജ് കോൺസിക്വൻസസ് ഉണ്ട്. ഐ വിൽ ടേക്ക് യു ബാക്ക് ടു സോളാർ കേസ്. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിനെ ഫോർമർ ചീഫ് മിനിസ്റ്റർ ശ്രീ ഉമ്മൻചാണ്ടി ചലഞ്ച് ചെയ്തിരുന്നു. ഇറ്റ്സ് കോൾഡ് ഉമ്മൻചാണ്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിൽ കേരള ഹൈക്കോടതിയുടെ വിധി എന്തായിരുന്നു, അതിലെ വിധിന്യായം എന്ന് പ്രസക്തമാണ്. ആ കമ്മിറ്റിയിൽ സെക്ഷൽ അലിഗേഷൻസ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗവും കോടതി എക്സ്പെൻഡ് ചെയ്തു, കോടതി റദ്ദാക്കി. മാത്രമല്ല ആ ആരോപണങ്ങളുടെ പേരിൽ നടപടിക്രമങ്ങൾ പാടില്ല എന്നും പറഞ്ഞു. ഫ്രഷ് കംപ്ലയിൻസിൻ്റെ പേരിൽ പുറത്താകാം. എന്താണ് ആ കമ്മീഷനിൽ സംഭവിച്ചിരിക്കുന്നത്? കേരള ഹൈക്കോടതി ആ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ഇത്തരം ആരോപണം എന്തുകൊണ്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്തു, എന്തുകൊണ്ട് എക്സ്പെൻഡ് ചെയ്തു. മാത്രമല്ല ആ റിപ്പോർട്ട് കോടതിയിലേക്ക് ചലഞ്ച് ചെയ്യപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ദർ വാസ് എൻ ഓർഡർ, പ്രൊഹിബിറ്ററി ഓർഡർ, ഇറ്റ്സ് കോൾഡ് ഗാഗ് ഓർഡർ ഇഷ്യൂഡ് ബൈ ദ ഹൈക്കോർട്ട്. ഒരു മീഡിയയും ഒരു ചാനലും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ചോ ഇതിൽ അലിഗേഷൻസിനെ കുറിച്ചോ ഈ കേസിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യരുത്, കേസ് തീരുന്നവരെന്നുണ്ടായിരുന്നു. അന്തിമ വിധിന്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ്. ഇത്തരം മീഡിയ അനാവശ്യം ഇത്തരം കാര്യങ്ങൾ ഈ ചർച്ചയ്ക്ക് പോരാന്നാണ്. നമുക്ക് ഇവിടെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. Somebody went to the High Court. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന്. ഐ ഡോണ്ട് നോ. ഇത് ആക്ച്വലി ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് ക്യാൻ ചാലഞ്ച് ഇറ്റ്. ദിസ് റിപ്പോർട്ട് cannot be acted upon. ദിസ് റിപ്പോർട്ട് cannot be acted upon against the persons. ഇതിൽ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റില്ല. മാത്രമല്ല സെക്ഷൻ 6 ഓഫ് കമ്മീഷൻസ് ഓഫ് എൻക്വയറീസ് ആക്ടിൽ പ്രത്യേകിച്ച് പറയുന്നത് ഇതിൽ കൊടുക്കുന്ന സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് സിവിലോ ക്രിമിനലോ നടപടികൾ പാടില്ല. പക്ഷേ കൊടുക്കുന്ന മൊഴികൾ തെറ്റാണെങ്കിൽ അവർക്കെതിരെ നടപടി ആകാമെന്നും പറയുന്നുണ്ട്. ഇതിലൊരു ഡിഫമേഷൻ്റെ വലിയൊരു സ്കോപ്പുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുന്നത് അത് മേ ബി ഔട്ട് ഓഫ് ജെലസി, ദെൻ റിവെഞ്ച്, ദെൻ സ്കോറിങ് യുവർ പോയിൻറ്റ്സ്, പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഫോൾസ് സെക്ഷൽ അലിഗേഷൻസ്, മേ ബി വാട്ട് എവർ ബി ദ അലിഗേഷൻസ്. ഒരാളുടെ റെപ്യൂട്ടേഷൻ എന്നത് അയാളുടെ റൈറ്റ് ടു പ്രൈവസിയാണ്. ഒരു കമ്മിറ്റിയിലേക്ക് ഒരാളെ വിളിച്ചു വരുത്തുകയും പിക്ക് ആൻഡ് ചൂസ് മെത്തേഡിലായിരുന്നു ഇതെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിക്ക് ആൻഡ് ചൂസ് മെത്തേഡിൽ അവരെ വിളിച്ചു വരുത്തുന്നു.
ആ ആളുകൾ അവരോട് പറയുന്നു നിങ്ങൾക്ക് എന്ത് വേണോ പറയാം. അത്തരം ആളുകൾക്ക് പറയാനുള്ളൊരു അവസരം കൊടുക്കുന്നു. ഇത് മറ്റൊരാളുടെ റൈറ്റ് ടു പ്രൈവസിയെ വല്ലാതെ ബാധിക്കുന്നതാണ്. റൈറ്റ് ടു പ്രൈവസി എന്നത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതിനപ്പുറം തന്നെ ഒരാളുടെ വെൻ യു ലോവറിങ് സംബഡീസ് ക്യാരക്ടർ ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് അതേഴ്സ് ദാറ്റ് അമൗണ്ട്സ് ടു ഡിഫമേഷൻ. ഡിഫമേഷൻ്റെ ചരിത്രം ഒന്ന് നോക്കിയാൽ ഡിഫമേഷൻ രണ്ട് തരത്തിലാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒന്ന് എഴുതുന്നതിലൂടെ ഉണ്ടാകുന്ന ഡിഫമേഷൻ, വി കോൾ ഇറ്റ് ആസ് ലിബൽ. മറ്റൊന്ന് വെർബൽ, വാക്കുകളിലൂടെ ഡിഫമേഷൻ നടത്തിയിരുന്നൊരു കാലഘട്ടം, അതിന് സ്ലാൻഡർ എന്ന് പറയും. ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവോടുകൂടി ഇന്ന് സോഷ്യൽ മീഡിയ, ഓൺലൈൻ ചാനലുകൾ അല്ലെങ്കിൽ നമ്മുടെ ചാനലുകൾ വിഷ്വൽ മീഡിയയിലൂടെ വരുമ്പോൾ ഇതെല്ലാം സൈബർ സ്മീറിങ് എന്നൊരു വാക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ പലതരത്തിലാണ് ഡിഫമേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈ ഡിഫമേഷൻ യു ആർ ലോവറിങ് ദ ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് അതേഴ്സ്. ഇറ്റ്സ് എൻ ഇംപ്യൂട്ടേഷൻ, ഇറ്റ്സ് എൻ ഇഞ്ചുറി, ഇറ്റ്സ് എ ഹാം. അപ്പോൾ ഒരാളുടെ ഇപ്രകാരമുള്ള ഡിഫമേഷൻ സംഭവിക്കുമ്പോൾ, അത്തരം കാര്യങ്ങളിലേക്ക് വ്യാജ ആരോപണങ്ങൾ കൊടുക്കുമ്പോൾ അതിനെതിരെ ക്രിമിനൽ കുറ്റമായി മാറുകയാണ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 499 500 വകുപ്പുകൾ പ്രകാരം കുറ്റകൃത്യമായിരുന്നു. അതിപ്പോൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പുതിയ നിയമത്തിൽ 356 വകുപ്പിൽ സെയിം സെക്ഷൻ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ അമേരിക്കയിൽ 1798 ദി സെഡിഷൻ ആക്ട് എന്നൊരു ആക്ട് ഉണ്ടായിരുന്നു. രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഡിഫമേഷൻ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് ഡിഫമേഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റിനെയോ ഗവൺമെന്റിനെയോ എതിരെ അപകീർത്തികരമായി എന്തെങ്കിലും പറയുന്നതായിരുന്നു ഡിഫമേഷൻ. പിൽക്കാലങ്ങളിൽ അത് വളർന്നു വരികയും ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോഴും സെഡിഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അത്രയും വലിയൊരു രീതിയിലാണ് ഈ പറയുന്ന ഡിഫമേഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് പക്ഷേ എല്ലാവർക്കും ഡിഫമേഷൻ ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. മെക്കാളയുടെ കാലഘട്ടത്തിൽ 1837 ഇന്ത്യയിൽ ഡിഫമേഷൻ വേണമെന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ ഡിഫമേഷൻ കൊണ്ടുവന്നു, അതൊരു ഒഫൻസാക്കി മാറ്റി. പക്ഷേ ഡിഫമേഷൻ കാലാകാലങ്ങളിൽ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊരു കുറ്റകൃത്യമാണ്. ഒരാളെ ഡിഫെയിം ചെയ്യുക, പൂർണ്ണമായും അയാളുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക. ഇന്നിപ്പോൾ കാണുന്ന അലിഗേഷൻസ് വെച്ച് നോക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. രസകരമായി എനിക്ക് തോന്നിയത് 15-20 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പതിറ്റാണ്ടും 2 പതിറ്റാണ്ടും മുമ്പുള്ള അലിഗേഷൻസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നിയമസാധുത എന്താണ്? നിയമത്തിൽ തന്നെ ഒരു കുറ്റകൃത്യത്തിന് നടപടി സ്വീകരിക്കുന്നതിന് ഗ്രീവിയസ് ഒഫൻസസ് അല്ല, ഗ്രേവ് ഒഫൻസ് അല്ലാതെ മറ്റു പലതരത്തിലുള്ള പല ഒഫൻസുകൾ 1 വർഷം 2 വർഷം 3 വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷകൾക്കെല്ലാം കേസ് കൊടുക്കുന്നതിനൊരു കാലാവധി നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട 1-2 അപ്പോൾ ഈ ക്രിമിനൽ കേസിൻ്റെ കാര്യത്തിൽ ഈ കാലപരിധി ഉണ്ട്. 3 വർഷത്തിന് മുകളിൽ തടവ് കൊടുക്കുന്ന ശിക്ഷ കിട്ടുന്ന വകുപ്പുകൾക്കൊന്നും അത് ബാധകമല്ല. പക്ഷെ അതിന് മുമ്പുള്ളതിനെല്ലാം ഇത് ബാധകമായ കുറ്റകൃത്യങ്ങളാണ്. അതാ ഇവരുടെ കേസിൽ വന്നിരുന്നു, അരുന്ധതി റോയ്ക്കെതിരെ ഇപ്പോൾ എടുത്ത കേസിൽ ഈ കാലപരിധിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതെ. ഇപ്പോൾ സ്റ്റേറ്റ് എവിടെയായിരുന്നു ഈ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ? പൊതുഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ നമ്മൾ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ വളർത്തുന്ന, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലീസ് സംവിധാനം എവിടെയായിരുന്നു ഈ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ? നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ എവിടെയായിരുന്നു? സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു? 4.5 വർഷം ഈ റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ പബ്ലിക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ PHQയിൽ നിന്ന്, നമ്മുടെ ഹോം മിനിസ്ട്രിയിൽ നിന്ന് ഇതിനെക്കുറിച്ച് ശരിയാണെന്നൊരു വെരിഫിക്കേഷൻ അവർ നടത്തിയിരുന്നു. എന്തായിരുന്നു ഇതിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്? എവിടെയായിരുന്നു പോലീസെല്ലാം? ഈ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്നു എങ്കിൽ ഇതാരുടെ വീഴ്ചയാണ്? പ്രൈമറി സ്റ്റേറ്റിൻ്റെ വീഴ്ച തന്നെയല്ലേ? നമ്മുടെ സിനിമാ സെറ്റിൽ ഇന്ന് കാണുന്ന കഥകൾ കേട്ട് നോക്കുകയാണെങ്കിൽ ഒരു വിഭാഗം പറയുന്നു അവിടെ മുഴുവൻ മയക്കുമരുന്നാണ്, മറ്റൊരു വിഭാഗം പറയുന്നു അവിടെ മുഴുവൻ പീഡനങ്ങളാണ്. ഇതെല്ലാം നടക്കുമ്പോൾ ഇവിടെ പോലീസൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു അത്ഭുത ദ്വീപിനെ കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? എവിടെയാണ് ഇവർക്ക് വീഴ്ച പറ്റിയിരിക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്ന് അന്വേഷിക്കാൻ പറ്റാതെ പോയി? അന്ന് അന്വേഷിക്കാൻ പറ്റാതെ പോയതിനപ്പുറം 4 വർഷം മുമ്പ് ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് ഗവൺമെൻറ്റിന് കിട്ടിയിട്ട് എവിടെയായിരുന്നു ഈ ഗവൺമെൻറ് ഇതുവരെ? അപ്പോൾ ഇതിൽ 2 ഭാഗങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഇത് സ്റ്റേറ്റിൻ്റെ പൂർണ്ണമായ പരാജയമാണ്. പകരം ആളുകളെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നതിലേക്ക് വിട്ടുകൊടുക്കുന്നു. ഇന്നിപ്പോൾ പരാതി പറയുന്ന പല ആളുകളും ഈവൻ ഹേമ കമ്മിറ്റിയുടെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ മുമ്പിൽ പോലും പരാതി കൊടുത്ത ആളുകളാണോ അല്ലേ എന്നും പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, അല്ല എന്നും പറയുന്നു. അപ്പോൾ കോടതിയിലാണ് ഒരു കേസ് പ്രൂവ് ചെയ്യേണ്ടത്. സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻസ് എൻകറേജ് ചെയ്യുന്നതിനെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വളരെ രസകരമായ കൗതുകരമായ ഒരു ഭാഗമുണ്ട്. വളരെ മെലിഞ്ഞ സ്ത്രീകൾ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇറുകിയ വസ്ത്രധാരണത്തിലൂടെ
ഓൺ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു. കമ്മിറ്റിയുടെ ഒരു കണ്ടുപിടുത്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.